സനോജ്, ഈ അതിർത്തികളിൽ ഇപ്പോഴും ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ഷെല്ലിംഗ് അത്രത്തോളം ഭീകരമായിട്ടല്ലെങ്കിൽ കൂടി ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്നു. ഈ എല്ലാ രീതിയിലും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ അടിക്കുന്ന സമയത്ത് ഇത്രത്തോളം അവർ തളരും എന്ന കാര്യം പാകിസ്ഥാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്ര ഭീകരമായി, അത്രയും ഭയാനകമായിരുന്നു ഇന്നലെ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്. അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം നിലവിൽ കത്തുകയാണ്. കറാച്ചി ആവട്ടെ, ഇസ്ലാമാബാദ് ആകട്ടെ, ലാഹോർ ആകട്ടെ, പ്രധാനമന്ത്രി ഇല്ല, സൈനിക മേധാവി ഇല്ല. സൈനിക മേധാവി അവിടെ ഒരു അട്ടിമറി നീക്കം നടക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ഇമ്രാൻഖാനെ ജയിലിൽ വെച്ച് വധിക്കാൻ ഒരു ശ്രമം നടന്നു എന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ ബലൂചിസ്ഥാനിൽ നിന്നും അവരുടെ സൈന്യം ആക്രമണം നേരിടുന്നു. ഇന്നലെ 10-12 പേരെ ബലൂച്ച് ലിബറേഷൻ ആർമി കൊന്നുകളഞ്ഞു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നിട്ടും പ്രകോപനം തുടരുകയാണ് സനോജ്. അതെ സേതു, അതിനിയും തുടരുമെന്ന് നമുക്ക് തൽക്കാലം മനസ്സിലാക്കേണ്ടി വരും. കാരണം അത് കുറച്ചുനാൾ ഈ ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏതായാലും ഇന്ന് സേനാ മേധാവികളുടെ കൂടിക്കാഴ്ചയുണ്ട്. ഒപ്പം തന്നെ BSFിൻ്റെ മേധാവി അമിത്ഷായെ കാണുന്നുണ്ട്. അല്പസമയത്തിനകം BSF മേധാവി അമിത്ഷായെ കാണും, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണും. കാരണം അതായത് BSFിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ BSF ഒരു ഡ്രോൺ ആക്രമണ ശ്രമം ചെറുത്തതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കാനും കൂടിയാണ് അദ്ദേഹം അമിത്ഷായെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും നിലവിൽ ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു, വലിയ ചർച്ചകൾ നടക്കുന്നു. സേനാ മേധാവികൾ കൂടിക്കാഴ്ച ഇന്ന് പ്രത്യേക യോഗം എന്ന് വെച്ചാൽ അവരുടെ സേനാ മേധാവികളുടെ മാത്രമായുള്ള യോഗമുണ്ട്. അത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തും. കാരണം IPL നടക്കുന്നൊരു സമയം കൂടിയാണ്. IPL മൊത്തത്തിൽ ഇപ്പോൾ ധരംശാലയിലെ മത്സരം മാത്രമല്ല, IPL മൊത്തത്തിൽ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് പോലും ചർച്ചകൾ നടക്കുന്നു. കാരണം വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താരങ്ങളടക്കം കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു സുരക്ഷാ പ്രശ്നമായി മുൻനിർത്തി തന്നെയാണ് ആ തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യത. ഏതായാലും ഇത് സംബന്ധിച്ച് BCCI സർക്കാരിനോട് ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഞായറാഴ്ചയിലെ ധരംശാലയിലെ മത്സരം മാറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ധരംശാല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതായത് അതിർത്തിയിൽ നിന്നുള്ള ഈ തരത്തിൽ ആക്രമണ സാധ്യതയിലേക്ക് വരാവുന്ന ഒരു മേഖലയാണ്. അത്തരത്തിൽ നിൽക്കുന്നൊരു സമയത്ത്, രാജ്യത്ത് IPL കളിക്കുന്ന സമയത്ത് അതൊരു വലിയ സുരക്ഷാ പ്രശ്നമായി മാറാനിടയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വളരെ പ്രസക്തവും നിർണായകവുമായ ഒരു കാര്യമാണ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ, തീരുമാനം വരും മണിക്കൂറുകളിൽ തന്നെ സംഭവിക്കും. ഏതായാലും രാജസ്ഥാൻ്റെ അതിർത്തിയിൽ ജയ്സാൽമീറിലാണ് BSF പാക് ഡ്രോൺ ആക്രമണത്തെ ചെറുത്തത്. ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് അല്പസമയത്തിന് കഴിയുമ്പോൾ ഈ വിദേശകാര്യ സെക്രട്ടറിയും ഒപ്പം സൈനിക തലപ്പത്തുള്ള, കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സൈനിക തലപ്പത്തുള്ള അവരുടെ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം. സനോജ്, ശരി, നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഈ വരുന്ന വാർത്തകളിലൊക്കെ ഇനിയൊരു സ്ഥിരീകരണം വരണമെങ്കിൽ കൃത്യമായി ഇന്നലെ രാത്രി മുതൽ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്, എന്തായിരുന്നു പാകിസ്ഥാന്റെ പ്രകോപനം, എന്തായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത്, എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയായിരുന്നു നമ്മുടെ ഈ പ്രത്യാക്രമണം അവിടെ ഉണ്ടായത് തുടങ്ങി ഇനി എന്താണ് രാജ്യത്തിന്റെ മുന്നിലുള്ള വഴി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നത് ഈ രാവിലെ 10 മണിക്ക് ചേരുന്ന പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കും. സനോജ്, നമുക്ക് ഈ യുദ്ധ സാഹചര്യം തന്നെയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും ഏറെക്കുറെ പൂർണ്ണമായും സൈനിക നടപടികളിലേക്ക് പോയിട്ടുണ്ട്. അതിർത്തികളിലൊക്കെ ഈ വിമാനത്താവളങ്ങൾ അടച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചുമൊക്കെ കനത്ത ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും പലയിടത്തും സൈറൻ മുഴങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകളുമൊക്കെ.